2025 മെയ് 29 10:55 ഇപ്പോൾ സമയം. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ബിജു മാത്യൂസ്, സെന്റ് ജോർജ് ഇലക്ട്രിക്കൽസ് പാല. ഞാൻ നമ്മുടെ ഈ ഭാഗത്തെ പാല ടൗണിലെ ഇപ്പോഴത്തെ മീനച്ചിലാറിലെ വാട്ടർ ലെവൽ, അതായത് വെള്ളത്തിന്റെ ലെവലും കണ്ടീഷനും ഒക്കെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ മീനച്ചിലാറ്റിൽ ഏതാണ്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനി ഏതാണ്ട് ഒരു 4 അടി കൂടിയ ഇവിടെ ഈ ഭാഗത്ത് മീനച്ചിലാറ്റിൽ വെള്ളം റോഡിൽ നിന്ന് ഇപ്പോൾ 4 അടി താഴെയായിട്ടാണ് കാണുന്നത്. വീഡിയോയിലൂടെ ഈ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോഴെ പുഴക്കര പാലത്തിന്റെ സമീപം ഇപ്പോഴെ ഈ കാണുന്ന വിഷനിലുള്ളത് നമ്മളുടെ ലാലം റോഡിന്റെ എൻഡും പാല മീനച്ചിലാറിലേക്ക് ചേരുന്ന ഭാഗമാണ്. ഇവിടെ നിന്നാൽ നമ്മുടെ കുരിശുപള്ളിയുടെ മുകളിൽ നമുക്ക് കുരിശുപള്ളി കാണാം. ടോപ്പിലായിട്ട് കാണുന്നതാണ് കുരിശുപള്ളി. പ്രിയമുള്ള ലോകത്തെല്ലായിടത്തും ഇരുന്നുകൊണ്ട് പാലായിലെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരെ, ഇത് ഞാൻ ഒരു വീഡിയോയും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. പാലായിൽ നിന്ന് സെന്റ് ജോർജ് ഇലക്ട്രിക്കൽസ് ബിജു. ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ സമയത്ത് ഇവിടെ വഴിയിൽ ഇറങ്ങിയതാണ് വെള്ളത്തിന്റെ ലെവലൊക്കെ കാണാൻ. ഞാൻ എന്റെ ഫാമിലിയോടൊപ്പമാണ് വന്നത്. വഴിയിൽ നിന്നുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മുടെ വലിയ പാലമാണ്. പാലായുടെ വലിയ പാലത്തിൽ ഇതിന്റെ താഴെ കാണുന്ന വെള്ളത്തിന്റെ ലെവലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ താഴെയുള്ള ആര്യന്റെ സൈഡിലെ ഇന്ത്യയുടെ ഏതാണ്ട് 4 അടി 3 അടി 4 അടിയൊക്കെ മുട്ടി വെള്ളം നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നത് മീനച്ചിലാറ്റിൽ നല്ല തെളിഞ്ഞ വെള്ളമായി. ഇന്ന് എന്നാന്ന് ചോദിച്ചാലേ ഉരുൾപൊട്ടലൊന്നും നടന്നിട്ടില്ല. പോരാത്തതിന് ദിവസങ്ങളായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം ഏതാണ്ട് തെളിഞ്ഞ വെള്ളമാണ്. മഴയൊട്ട് പെയ്യുന്നില്ല. എന്നാൽ ഒരു രാത്രി ശക്തമായ മഴ പെയ്താൽ നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യത പാലായിലുണ്ട്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഇതിന്റെ മുമ്പിൽ കാണുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട്, അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന ഒരു വലിയ ഫ്ളാറ്റ്. ഈ ഫ്ളാറ്റ് ഇതുവരെ ഇവിടെ നമ്പർ കിട്ടിയിട്ടില്ല. ഈ ഫ്ളാറ്റ് നമ്പരൊക്കെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ഇതൊക്കെ കാണാമായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഏതോ പ്രശ്നം കാരണം കുറച്ച് നാളായിട്ട് നമ്പർ കിട്ടാതെ കിടക്കുന്നു. അതിന് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതായാലും ഈ മനോഹരമായ കാഴ്ച കൂടി ഇന്ന് രാത്രി നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നു. എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതിനോടൊപ്പം വരുന്ന യൂട്യൂബിന്റെ ചാനൽ കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
ഇത് വീണ്ടും പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോഴുള്ള ദൃശ്യങ്ങൾ എന്ത് മനോഹരമാണ് നമ്മുടെ പാല. ഇതിനോട് ചേർന്ന് ഉള്ള ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു. താങ്ക്